റിജി ലൂക്കോസ, CPIയുടെ വെള്ളാപ്പള്ളി നടേശൻ്റെ, ഡോക്ടർ TM തോമസ് ഐസക്കിൻ്റെ, മുൻ മന്ത്രി കൂടിയായ G സുധാകരൻ്റെ വിമർശനങ്ങളെ മുഖവിലക്ക് എടുക്കുമോ, അതോ ഇവരെയൊക്കെ വിവരദോഷികളാക്കി മാറ്റുമോ? അനിൽജി, സംസാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് ആദ്യം റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ചർച്ചയിൽ തുടങ്ങുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പത്മകുമാറും അനിൽ നമ്പ്യാരും യാതൊരു തരത്തിലും വിഷമിക്കേണ്ട. CPMൻ്റെ പ്രതിസന്ധികളിൽ ഞങ്ങളെക്കുറിച്ചൊരു ഉത്കണ്ഠ നിങ്ങളുടെ ആവശ്യമില്ല. അത് തരണം ചെയ്യാനുള്ള ശേഷിയും ശേമുഷിയും ജനപിന്തുണയുള്ളൊരു പാർട്ടിയാണ് CPM. രണ്ടാമത്തെ വസ്തുത എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ചർച്ച ചെയ്യേണ്ടത് ഇതല്ല. ഇപ്പോൾ നിങ്ങൾ പ്രതിദാനം ചെയ്യുന്ന BJPക്ക് ഇന്ന് വന്നിരിക്കുന്ന ഗതികേട് മൂന്ന് സെഗ്മെൻറ്റിലൂടെയാണ് അത് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതെല്ലാം നഗ്നമായ സത്യങ്ങൾ ജനങ്ങളുടെ മുമ്പിലുണ്ട്. ഒന്ന്, സുരേഷ് ഗോപി കരുണാകരന് ശേഷം ആരും ഒന്നും ഈ കേരളത്തിന് വേണ്ടിയിട്ട് ചെയ്യാത്ത കേന്ദ്രമന്ത്രിമാരായിരുന്നു പറഞ്ഞത്. അത് വിസ്മരിച്ചു പോയി O രാജഗോപാലിനെ, അൽഫോൺസ് കണ്ണന്താനത്തിനെ, V മുരളീധരനെ, രാജീവ് ചന്ദ്രശേഖരെ. സത്യത്തിലൊരു അപമാനമാണ്. ഇവരൊക്കെ ആയിട്ടിരുന്നത് എന്തിനെന്നൊരു ചോദ്യമാണ് അത് ഉദ്ദേശിച്ചത്. കൂടാതെ കണ്ട് ഇന്ദിരാഗാന്ധിയെ ഭാരതമാതാവ് എന്നൊക്കെ വിളിച്ച് BJPയുടെ സംസ്ഥാന നേതൃത്വത്തിനും ഭാരതമാതാവ്, ഇന്നിപ്പോൾ സമുന്നതനായ ഒരു RSS നേതാവ് ഭാരതമാതാവിൻ്റെ ചിത്രം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ പ്രതികരിച്ചിട്ടുണ്ട്, ശക്തമായി ഇത് പ്രതികരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഗതികേടിൽ വൺമാനായിട്ട് പോകുന്ന സുരേഷ് ഗോപി, BJPക്ക് ഒരു തലവേദന സൃഷ്ടിക്കുന്ന അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. പ്രിയങ്കരനായ RSSകാരും BJPക്കാരും ആദരവോടെ കാണുന്ന RSSൻ്റെ സർക്കറ്റ് ചാലക് ബഹുമാനപ്പെട്ട മോഹൻ ഭാഗവത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പരസ്യമായിട്ട് നാഗ്പൂരിൽ വെച്ച് പറഞ്ഞു, ഒരു ജനസേവകൻ എന്ന് പറയുന്നത് ഏകാധിപതിയാകരുത്, എളിമയോടുകൂടിയാണെന്ന് പറഞ്ഞു. മണിപ്പൂരിൽ ഇത്രയും നാളായിട്ട് ഇടപെടാത്തതിലും അവിടുത്തെ ജനങ്ങളെ കൊന്നൊടുക്കുന്നതിൽ അദ്ദേഹം അതീവ ഉത്കണ്ഠ രേഖപ്പെടുത്തി. നിങ്ങൾ അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. അതിലുപരിയായിട്ട് 400 സീറ്റ് കിട്ടി, ഭരണഘടന ഭേദഗതി ചെയ്യുന്നു പറഞ്ഞിട്ട് അവകാശവാദമായിട്ട് ഇന്ത്യ മുഴുവനും വർഗീയ വിദ്വേഷം പടർത്തി ഇന്ത്യയിൽ പ്രചരണം നടത്തിയ ഈ BJPക്ക് കേവല ഭൂരിപക്ഷം പോലും കിട്ടാതെ കണ്ട് വിരുദ്ധ ചേരിയിലുള്ള സഖ്യകക്ഷികളെ കൂട്ടിച്ചേർത്ത് ഇപ്പോൾ ഭരണം നടത്തി രാജ്യത്തെ ജനങ്ങൾ, ഉത്തരേന്ത്യയിലെ ഭൂമികയിൽ ഈ പാർട്ടിയെ തള്ളിക്കളഞ്ഞ ആ ജനസഞ്ചയത്തെക്കുറിച്ച് ഞങ്ങളുടെ പാർട്ടിക്ക് എത്തിയ വൻ പരാജയം എന്ന് നിങ്ങൾ വിശേഷിപ്പിച്ച പദം ഞാൻ ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ പോലും വാദത്തിന് വേണ്ടി പരാജയമൊന്നും ഞങ്ങൾക്ക് വന്നിട്ടില്ല, അത് പിന്നീട് പറയാം. നിങ്ങൾ അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. BJP എന്ന് പറഞ്ഞത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ ഇന്ത്യയിൽ ജനങ്ങൾ തിരസ്കരിച്ചതിനെ കുറിച്ചാണ് നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. നിങ്ങൾ ചർച്ച ചെയ്തില്ല. ആദ്യം വൈദ്യരെ സ്വയം ചികിത്സിക്കുന്നതാണ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞങ്ങളുടെ പാർട്ടിയെക്കുറിച്ച് പറയാം. അനിൽ നമ്പ്യാരുടെയും ബഹുമാനപ്പെട്ട പത്മകുമാറിന്റെ ചോദ്യങ്ങളിൽ പ്രസക്തമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചികഞ്ഞെടുത്ത് സംസാരിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാനൊരു കാര്യം പറയാം. തോമസ് ഐസക് സാറും അതുപോലുള്ളവരും ഉള്ള പ്രതികരണങ്ങൾ ജനാധിപത്യ രീതിയിൽ അവർക്ക് പ്രതികരിക്കാനുള്ള അവകാശമുള്ള പാർട്ടിയാണ് CPM. ഞങ്ങൾ ഇതിനേക്കാളും വലിയ പരാജയം ജനങ്ങളുടെ ശിക്ഷ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. 1974 മുതൽ വന്നു കഴിഞ്ഞാൽ ഒറ്റ സീറ്റ് പോലും കിട്ടാത്ത ചരിത്രം കേരളത്തിലുണ്ട്. 2019 ഞങ്ങൾക്ക് കേവലം ഒരു സീറ്റ് മാത്രമേ കിട്ടിയുള്ളൂ. മഹാഭൂരിപക്ഷത്തിൽ കോൺഗ്രസിന്റെ 19 പേരും ജയിച്ചു. കേവലം 10,000-ൽ മാത്രം ഉള്ള ഭൂരിപക്ഷത്തിൽ ഞങ്ങളുടെ ഒരു MP ജയിച്ചു. അതിനുശേഷം ഇതുപോലെയുള്ള നിങ്ങളുടെ വേട്ടയാടലുകളും ചോദ്യം ചെയ്യലിന് ശേഷം 2023 ഞങ്ങൾക്ക് 9 സീറ്റ് അധികം നൽകി ഈ കേരളത്തിലെ ജനങ്ങൾ CPMന് അധികാരത്തിലേറി. അതൊരു അഹങ്കാരമായിട്ടോ ഒന്നുമല്ലോ, എളിമയോട് കൂടി തന്നെയാണ് ഞാനിത് അവതരിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് CPM ഇവിടെ തീർന്നു. പിണറായി വിജയന്റെ ഏകാധിപത്യമാണ്. പിണറായി വിജയനെ ആര് പിടിച്ചു കെട്ടും എന്നുള്ള നിങ്ങളുടെ ചോദ്യം ബാലിശമാണ്. നിങ്ങൾ ആദ്യം പിടിച്ചു കെട്ടാൻ ശ്രമിക്കേണ്ട മോഹൻ ഭാഗവത് വിശേഷിപ്പിച്ച നരേന്ദ്രമോദിനെയാണ്. BJPക്ക് ഈ ഇന്ത്യയിൽ ഒരു തകർച്ചയുടെ എല്ലാ നീക്കങ്ങളും നടത്തിയൊരു ക്യാപ്റ്റനായിരുന്നു നരേന്ദ്രമോദി. അദ്ദേഹത്തിനെയാണ് നിങ്ങൾ ആദ്യമായിട്ട് പിടിച്ചു കെട്ടേണ്ടത്. പിണറായി വിജയനെ തിരുത്തേണ്ട സാഹചര്യം ഉണ്ടായെങ്കിൽ അത് തിരുത്താനും ഭരണത്തെ തിരുത്തി ജനങ്ങൾക്ക് വിശ്വാസമായ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള എല്ലാ കഴിവുള്ള പാർട്ടിയാണിത്. പിണറായി വിജയനെ നിങ്ങൾ പറയുമ്പോൾ അങ്ങ് തിരുത്താനൊന്നുമില്ല. ഇതേ പിണറായി വിജയനാണ് 2016 മുതൽ എല്ലാ പ്രതിസന്ധികളും ഈ കേരളത്തെ രാഷ്ട്രീയ ഭേദമന്യേ മറ്റൊരു വ്യത്യാസമില്ലാണ്ട് കൈകളിൽ സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോയ ഒരു ഭരണാധികാരിയാണ്. അദ്ദേഹത്തിന് കേരളത്തിലെ ജനങ്ങളറിയാം. പിന്നെ അദ്ദേഹത്തിന്റെ ശരീരഭാഷയും സംസാരവും തിരുത്താനൊന്നും നിങ്ങൾ ശ്രമിക്കേണ്ട. കഴിഞ്ഞ 6 പതിറ്റാണ്ടായിട്ട് കേരളത്തിലെ ജനങ്ങളോടൊപ്പം ജീവിക്കുന്ന ഒരു നേതാവാണ്. പിണറായി വിജയനെ തകർത്താലേ CPMനെ തകർക്കാൻ പറ്റുന്നുള്ള ഒരു ബുദ്ധിശൂന്യമായ നിലപാടെടുക്കുന്ന ചില മാധ്യമങ്ങളും ചില ആളുകളും കാലങ്ങളായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതൊന്നും നടക്കത്തില്ല. ഞങ്ങളുടെ പാർട്ടിക്ക് വേറൊരു കാര്യമുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ചു. അനിൽ നമ്പ്യാർ ഈ പാർട്ടിയോടൊപ്പം കുറെ നാൾ സഞ്ചരിച്ച ആളല്ലേ, അതുകൊണ്ട് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. തന്നെമേലെ തലശ്ശേരി എന്ന് പറയുന്ന ഭൂമിയിൽ CPMന് സമുന്നത നേതാക്കളുമായിട്ട് അത്യാവശ്യം അടുത്ത ബന്ധമുള്ള ഒരാളാണ് അനിൽ നമ്പ്യാർ. എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കണ്ണിക്കേല എന്നുള്ള വിശ്വാസത്തെ ഞാൻ പറയാം.
നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഈ പറയുന്ന CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു ഭരണഘടനയും അതിന്റെ കൃത്യമായ രീതിയിലുള്ള ചുവടുവയ്പ്പുകളും തെറ്റുകളെ തിരുത്തി മാത്രം മുന്നോട്ട് കൊണ്ടുപോയതാണ്. ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നു ഇന്നും നാളെയും. അത് കഴിഞ്ഞിട്ട് സംസ്ഥാന സമിതി കൂടും, തെറ്റുകൾ വന്നാൽ തിരുത്തും. സമുന്നത നേതാവായ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷ് അത് പരസ്യമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നു. അത് പറയാനുള്ള ആർജവം നിങ്ങളുടെ ഈ കേരളത്തിലെ ഏതെങ്കിലും BJP നേതാവിനുണ്ടായോ? നിങ്ങൾ പറയൂ. ഇന്നിപ്പോ മൂക്കത്ത് വിരൽ വെക്കത്തക്ക രീതിയിലല്ലേ സുരേഷ് ഗോപിയുടെ വായിൽ നിന്ന് വരുന്നത്? അതിനെ വിമർശിച്ചുകൊണ്ട് RSSന്റെ നേതാവ് രംഗത്ത് വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റിയോ? സാധിച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്തിനാ അതുകൊണ്ട് വിമർശനമായിട്ട് നിങ്ങൾ കാണുന്നില്ല? CPM-നെ നന്നാക്കാൻ നിങ്ങൾ സുരേഷ് ഗോപിയെ വിമർശിച്ച RSS നേതാവ് രംഗത്ത് വന്നു റെജി ആരെ ഉദ്ദേശിച്ചാ പറഞ്ഞത്? തെറ്റു പറ്റിയെങ്കിൽ ഞങ്ങള് അനിൽ നമ്പ്യാർ അത് കണ്ടില്ലേ? ഭാരതമാതാവിനെ ഭാരതത്തിന്റെ ചിത്രത്തോടു കൂടി അവതരിപ്പിച്ച് RSSന്റെ ഒരു നേതാവ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് ഇന്ന് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്റെ സ്ക്രീൻഷോട്ട് കൊണ്ടത് എന്റെ ഫോണിലാണ് ഇപ്പൊ കണക്ട് ചെയ്തുകൊണ്ട് മാത്രം അത് കാണിക്കാൻ പറ്റാത്ത നിർഭാഗ്യവശാലത്തിന്റെ പേര് ഞാൻ മറന്നു. ഞാനത് വാട്സ്ആപ്പ് ചെയ്ത് തരാം. അത് ഞാൻ നുണ പറഞ്ഞതല്ല. പിന്നെ മിസ്കോട്ട് ചെയ്യുന്നു അനിൽ നമ്പ്യാർ വിവരിക്കുന്നുണ്ടോ? പേരിൽ ഒരു പോസ്റ്റ് ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസം ശ്രീ വത്സൻ തില്ലങ്കേരി തന്നെ നിശ്ചയിച്ചു അദ്ദേഹത്തിന് ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ലാന്ന്. അപ്പോൾ ഇനിയിപ്പോൾ പുതിയ RSS നേതാവ് ആരാണാവോ സുരേഷ് ഗോപിയെ വിമർശിച്ചത്? എനിക്കറിയില്ല. മാത്രമല്ല ഞാൻ ചക്കയെ കുറിച്ചാണ് ചോദിച്ചത്, റെജി ചുക്കിനെ കുറിച്ചാണ് മറുപടി നൽകിയത്. എന്റെ ഫൈൻഡ് ഔട്ട് അല്ലല്ല ഞാൻ പറഞ്ഞത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. നല്ലൊരു പാനലാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. പത്മകുമാറൊക്കെ എൻ്റെ നല്ല അടുത്ത സുഹൃത്താണ്. അദ്ദേഹമായിട്ടൊക്കെ വർഷങ്ങളായിട്ടുള്ള സൗഹൃദമുണ്ട്. ഞാൻ അനിൽ നമ്പ്യാർ അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, മോഹൻ ഭാഗവതിനെ ഞാൻ മിസ്കോട്ട് ചെയ്താൽ നിങ്ങൾ ഏത് രീതിയിലുള്ള പ്രതികരണം നടത്തും? ഞാനത് മിസ്കോട്ട് ചെയ്യുമോ? അതേ ഇല്ലാത്ത രീതിയിൽ ഞാനത് റെക്കോർഡ് ചെയ്യും. അദ്ദേഹം പറഞ്ഞത് ഇവിടുത്തെ പ്ലാറ്റ്ഫോമിലുണ്ട്, ഇവിടുത്തെ മാധ്യമങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ ഈ ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ കേട്ടതാണ്. ഞാൻ അതിനെ തെറ്റായിട്ട് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അനിൽ നമ്പ്യാർ പറയൂ, ഞാനത് തിരുത്താൻ തയ്യാറ്. താങ്കളെ ഞാൻ വെല്ലുവിളിക്കുന്നു. അപ്പൊ അതുകൊണ്ട് സ്വയം ചികിത്സിക്കും. ആദ്യമായിട്ട് ജനാധിപത്യത്തിൽ ആർക്കും ജയിക്കാനുള്ള അവകാശമുണ്ട്. സുരേഷ് ഗോപിക്കുണ്ട്, അദ്ദേഹം അവിടെ ജയിച്ചു. തൃശ്ശൂരിലെ വോട്ടർമാർ അദ്ദേഹത്തിനെ ആണ് ജയിപ്പിക്കേണ്ടത് തോന്നിയാണ്, അവർ ജയിച്ചു. അത് ഞങ്ങൾക്ക് യാതൊരു പരാതിയില്ല. പക്ഷെ എങ്ങനെയാണ് RSSും BJPയും അവിടെ വിജയിച്ചെന്നുള്ളത് ഞങ്ങൾ പരിശോധിക്കും. നിങ്ങളുടെ കൂടി വോട്ടുകൾ നേടിയാണ് സുരേഷ് ഗോപി ജയിച്ചത്. മാത്രമല്ല ഇവിടെ നോക്കൂ, ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തില് CPM-ന്റെ MLA-മാരുള്ള 3 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസീസ് അവിടെ BJP ആണ് ഒന്നാമത്. അപ്പോൾ അങ്ങനെ എത്തണമെങ്കിൽ CPM-ഉം വോട്ട് ചെയ്തില്ലേ, CPI-യും വോട്ട് ചെയ്തില്ലേ? അതെ അതെ, അവിടെയൊക്കെ CPM CPI എല്ലാം വോട്ട് ചെയ്തില്ലേ? എന്തുകൊണ്ടാണ് വോട്ട് ചെയ്തത്? അതാണ് CPI-യുടെ ജില്ലാ കൗൺസിലിൽ നിന്ന് തുറന്നു പറഞ്ഞത്. പിണറായിക്കെതിരെയാണ് വിമർശനം. അദ്ദേഹത്തിൻ്റെ ഭരണം ശരിയല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബം ശരിയല്ല, എല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും നിങ്ങളത് ഉൾക്കൊള്ളുന്നില്ല, വേണ്ട വിധം ഉൾക്കൊള്ളുന്നില്ല. അത് തുറന്നു പറയുന്ന CPM-ന്റെ നേതാക്കന്മാരെ ചേരിതിരിഞ്ഞ് ആക്രമിക്കുന്നു, ഒറ്റപ്പെടുത്തുന്നു. മാത്രമല്ല, നിങ്ങളുടെ സന്തത സഹചാരിയായിരുന്ന, ഇടതുപക്ഷത്തിൻ്റെ സന്തത സഹചാരിയായിരുന്ന ആ കൂറിലോസ് തിരുമേനി, അദ്ദേഹം പറഞ്ഞതിൽ എന്താണ് തെറ്റ്? അദ്ദേഹത്തെ വിവരദോഷിയാക്കി. ഇപ്പോൾ നാളെ ഒരുപക്ഷെ തോമസ് ഐസക്കിനെയും അതുപോലെ ജി സുധാകരനെയും ഒക്കെ വെള്ളാപ്പള്ളി നടേശനെയും ഒക്കെ വിവരദോഷികളാക്കും. അല്ലാതെ പിണറായി ഇതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുമ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് കാണിക്കണം. എനിക്ക് വീഴ്ച പറ്റി അല്ലേ, തെറ്റ് സംഭവിച്ചു, എൻ്റെ ഭരണത്തിൽ തെറ്റ് സംഭവിച്ചു, ധാർഷ്ട്യം എൻ്റെ മുഖമുദ്രയാണ്, ഞാൻ ഇനി തിരുത്തും, എൻ്റെ ശൈലി തിരുത്തും എന്ന ഒരു ഭരണാധികാരി എന്തുകൊണ്ട് തുറന്നു പറയുന്നില്ല? അനിൽ നമ്പ്യാരെ ഞാൻ അതിന് വ്യക്തമായവരോട് പറയാം. 11 സീറ്റിൽ BJP 1ാം സ്ഥാനത്തെത്തി. അതൊരു വസ്തുതയാണ്, അത് തെറ്റു പറയുന്നില്ല. ഞങ്ങളാരും അതിനെ മറച്ചു വെക്കുന്നില്ല. അത് സ്വാഭാവികമായിട്ടും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചു എന്നുള്ളൊരു സത്യമാണ്. അത് എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾ പരിശോധിക്കും. ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷ് കഴിഞ്ഞ ദിവസം പരസ്യമായിട്ട് പറഞ്ഞില്ല. എന്താ അദ്ദേഹം പറഞ്ഞത്? അനിൽ നമ്പ്യാർ കേട്ട കാര്യങ്ങളല്ലേ? പത്മകുമാർ സാർ കേട്ടില്ലേ? ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കേട്ടില്ല. അതായത് എന്താ പറഞ്ഞത്? ഞങ്ങളുടെ വോട്ടുകൾ കുറെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞങ്ങൾ ഒരു വലിയ പരാജയം ഞങ്ങൾ നേരിട്ടു. ഇത് പറയാനുള്ള ഒരു ആർജവം അദ്ദേഹം കാണിച്ചില്ലേ? തോൽവിയായിട്ട് അംഗീകരിക്കുന്ന പാർട്ടിയാണ് ഞങ്ങൾ.
അല്ല, ഗോവിന്ദൻ മാഷ് കാണിച്ച ആ ആർജവം എന്തുകൊണ്ട് പിണറായി കാണിക്കുന്നില്ല? സ്വയം തിരുത്തും. എനിക്കെതിരെയാണ് എല്ലാ വിരലുകളും ചൂണ്ടുന്നത്, ഞാനാണ് കാരണഭൂതനായി വർത്തിച്ചത്, ഈ പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഞാൻ എൻ്റെ ശൈലി തിരുത്തും മാറ്റും എന്ന് എന്തുകൊണ്ട് പിണറായി പറയുന്നില്ല? അങ്ങനെ നിങ്ങൾ പറഞ്ഞ മാറ്റുന്ന ശൈലിയല്ലല്ലോ പിണറായി വിജയന്റെ ഓരോരുത്തരെയും. അനിൽ നമ്പ്യാരുടെ ശൈലി മാറ്റേണ്ടത് റെജി ലൂക്കോസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അനിൽ നമ്പ്യാർ മാറാൻ പറ്റുമോ? അനിൽ നമ്പ്യാർ ഒരു എന്താ പറയുക, ഒരു നിൽക്കൂ, ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കട്ടെ, ലെറ്റ് മീ കംപ്ലീറ്റ് മൈ വേർഡ്സ്. അനിൽ നമ്പ്യാരുടെയും പത്മകുമാർ സാറിൻ്റെയും ഒക്കെ ശൈലി മാറ്റണത് റെജി ലൂക്കോസിനോ ഞങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ശൈലിയുണ്ട്, അത് ജന്മസിദ്ധമായ ശൈലിയാണ്. അദ്ദേഹത്തിനെ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല. നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും വിഷമിക്കേണ്ട. പിണറായി വിജയന്റെ ശൈലി മാറ്റത്തെക്കുറിച്ച് നിങ്ങൾ ഉത്കണ്ഠ വിചാരിക്കത്തില്ല. ഇതേ ശൈലിയിലാണ് അദ്ദേഹം ഇവിടം വരെ എത്തിയിരിക്കുന്നു, കേരളത്തിലെ ജനങ്ങളുടെ നേതാവായിരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ട് വിചിത്രമായ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പരസ്പരം തമ്മിലടിക്കുന്ന നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാരും തിരുത്താൻ ശ്രമിക്കൂ. നിങ്ങൾക്ക് സാധിക്കത്തില്ല. കാരണം സുരേഷ് ഗോപി എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട മന്ത്രിക്ക് നിങ്ങളുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെതായിട്ട് യാതൊരു ബന്ധവുമില്ല. അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നത്. കരുണാകരന് ശേഷം കേരളത്തിൽ ആര് കേന്ദ്രമന്ത്രിമാരും വികസനം കൊണ്ടുവരുന്നെന്ന് പറഞ്ഞ ആൾ, മഹാനായ ഒരു ലെജൻഡറി സ്ഥാനത്തിരിക്കുന്ന, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഓ രാജഗോപാലിനെ പോലുള്ള ഒരു വ്യക്തിത്വത്തെ പോലും അദ്ദേഹം ചെറുതായി കാണുമല്ലേ? എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? എന്നാൽ എൻ്റെ നാട്ടുകാരനായ ജോർജ് കുര്യൻ, എൻ്റെ ഒരു സുഹൃത്തൂടെ അദ്ദേഹം ഇത്രയും ദിവസമായിട്ട് എന്തെങ്കിലും ഇതുപോലത്തെ വൈരുദ്ധ്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹത്തിന് ഇന്റർവ്യൂ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞില്ല. എന്തുകൊണ്ടാ? അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം പാർട്ടിയുടെ വിധേയത്വമാകാം. അതുപോലെയാണ് ഞങ്ങളുടെ നേതാക്കന്മാരും. പാർട്ടിയാണ് ആദ്യത്തെ ഞങ്ങൾ വിധേയത്തോടെ കാണുന്ന, പ്രത്യേകിച്ച് CPM പോലുള്ളവർ. പിന്നെ ഇടതുപക്ഷത്തിന്റെ ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങൾ CPIക്ക് അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അനിൽ നമ്പ്യാരെ അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ വെള്ളാപ്പള്ളി നടേശനെ ഞങ്ങളാരും ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളിയെ വിമർശിച്ചിട്ടില്ല. വെള്ളാപ്പള്ളി കാലത്തിനനുസരിച്ച് അല്ലെങ്കിൽ പല രീതിയിൽ അദ്ദേഹത്തിന് അഭിപ്രായം മാറുന്നുണ്ട്. അതിനുകൊണ്ട് വെള്ളാപ്പള്ളിയെ വ്യക്തിഗത എടുത്താൽ ഞങ്ങൾ തയ്യാറല്ല. വെള്ളാപ്പള്ളിയുടെ മകൻ മത്സരിച്ച കോട്ടയം, എനിക്ക് വോട്ടുള്ള മണ്ഡലം കോട്ടയം, അദ്ദേഹം തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് 4,40,000 വോട്ടുണ്ടെന്ന് പറഞ്ഞു വെള്ളാപ്പള്ളി നടേശൻ തെരഞ്ഞെടുപ്പിന് ശേഷം കോട്ടയം നിയോജകമണ്ഡലത്തിൽ. അതേസമയം കേവലം 9,000 വോട്ട് മാത്രമേ ഉള്ളൂ. 2019 കൂടുതൽ അദ്ദേഹത്തിന്റെ വോട്ട് ഷെയറായിട്ട് പിടിക്കാൻ പറ്റിയിട്ടുള്ളൂ. ആദ്യം മനസ്സിലാക്കുക. അപ്പൊ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഈ വെള്ളാപ്പള്ളി നടേശനെ കുറ്റപ്പെടുത്തുന്ന കാര്യം എന്താ? വെള്ളാപ്പള്ളി നടേശനോടൊപ്പമുള്ള ഈഴവ സമുദായത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു വിള്ളൽ ഉണ്ടാക്കാൻ സാധിക്കില്ല. വെള്ളാപ്പള്ളിയെ കുറ്റപ്പെടുത്തിയില്ല. വെള്ളാപ്പള്ളി ചില യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞു, ചില സത്യങ്ങൾ തുറന്നു പറഞ്ഞു. 3 ലക്ഷം വെള്ളാപ്പള്ളിയോട് ഇത്ര ബഹുമാനമുള്ള നിങ്ങൾ അത് അംഗീകരിക്കുമോ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. വെള്ളാപ്പള്ളിയുടെ വിമർശനങ്ങളെ നിങ്ങൾ മുഖവിലക്കെടുക്കുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. റെജി ഇപ്പോൾ എന്തായാലും മനസ്സിലായി. റെജി ഒരു കാര്യം പറഞ്ഞു, പിണറായിയുടെ ശൈലി തിരുത്തില്ല.